നാം ആദ്യത്തെ ദിവസം ചിന്തിച്ചത് അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ താൻ കൊരിന്ത് പട്ടണത്തിൽ ചെന്ന് അവിടെ ശുശ്രൂഷിച്ചതും അവിടെയുള്ള വിശ്വാസികളെ പിന്നീട് താൻ ലേഖനത്തിലൂടെ അവിടെ നടന്ന പ്രശ്നങ്ങളെ എടുത്ത് പരിഹരിക്കുന്നതും ആ ഒരു റെസ്പോൺസ് കത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനിടയായി. ഇന്നലെ നാം ചിന്തിച്ചത് ആദ്യത്തെ ചില വാക്യങ്ങളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന 5 അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുവാനിടയായി. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് 5-ാമത്തെ വാക്യം മുതൽ. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അനുഗ്രഹവും മുന്നറിയിപ്പും. അതായിരുന്നു നമ്മുടെ ചിന്ത. 5 അനുഗ്രഹങ്ങൾ എന്തായിരുന്നു നമ്മൾ ചിന്തിച്ചത് ഓർമ്മയുണ്ടോ? അവരെല്ലാവരും മേഘത്തിന്റെ ദൈവ സാന്നിധ്യത്തെ കുറിച്ച്, ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ ഡയറക്ഷൻ, ഗൈഡൻസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനിടയായി. രണ്ടാമതായി അനുഗ്രഹം, അവരെല്ലാവരും സമുദ്രത്തോടെ കടന്നു ദൈവത്തിന്റെ ഡെലിവറൻസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മൂന്നാമതായി അവർ മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയും കടന്നു. അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് നാം കേട്ടു. 4-ാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് അവരെല്ലാവരും ആത്മീയ ആഹാരം ഭക്ഷിച്ചു, ആത്മീയ പാനീയം കുടിച്ചു. പല വാക്യങ്ങളെടുത്ത് നമുക്കത് ചിന്തിക്കുവാൻ ഇടയായി. ഇന്ന് നാം ചിന്തിക്കുന്നത് 5-ാമത്തെ വാക്യം മുതലാണ്. വാക്യം ദയവായി വായിച്ചാട്ടെ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ വായിക്കുന്നത്, nevertheless God was not pleased with most of them. Their bodies were scattered in the wilderness. ഇവിടെ 5-ാമത്തെ വാക്യം മുതൽ കാണുന്ന 4 പണിഷ്മെന്റ്സ്, ജഡ്ജ്മെന്റ്, അതാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. 5-ാമത്തെ വാക്യം ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അനുഗ്രഹങ്ങളെല്ലാം കൂടെ ആസ്വദിച്ചതിന് ശേഷം പൗലോസ് പഠിപ്പിക്കുന്നത് നെവർത്തലെസ് എന്ന പദം. എങ്കിലും നമ്മുടെയൊക്കെ ഒരു ചിന്ത ഉണ്ട്, അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ദൈവം നമ്മുടെ പക്ഷത്താണെന്ന് ചിന്ത വരാൻ സാധിക്കും. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടുന്നു, ഇത് കിട്ടുന്നു, മറ്റേത് കിട്ടുന്നു, എനിക്ക് പ്രതീക്ഷിക്കാത്തത് കിട്ടുന്നു, അതുകൊണ്ട് ദൈവം എന്റെ പോക്കറ്റിലാണ് എന്നൊരു ചിന്ത പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരായ നമുക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും അനുഗ്രഹം ലഭിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് ഗ്യാരണ്ടി അല്ല. ഇതൊരു പ്രത്യേകിച്ചും ഡിബേറ്റബിൾ ആണ്. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടത്തില്ലയോ, അതല്ല നമ്മുടെ ഈ രാത്രിയിലത്തെ ചിന്ത. ചിന്തിക്കുന്നത് ദൈവം മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നാം കേട്ടു 5 പ്രാവശ്യം ഒരു പദപ്രയോഗം അവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എല്ലാവരും, എന്നല്ല നമ്മൾ ശ്രദ്ധിച്ചല്ലേ, എല്ലാവരും മേഘത്തിലായി, മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സാധിക്കും. എല്ലാവരും ആത്മീയാഹാരം ഭക്ഷിച്ചു. എല്ലാവരും ആത്മീയ പാനീയം കുടിച്ചു. everyone എന്നാണ്, all people. എങ്കിലും മിക്കവരും ദൈവം പ്രസാദിച്ചു. അപ്പോൾ അനുഗ്രഹങ്ങൾ ദൈവം എല്ലാവർക്കും കൊടുത്തു. പക്ഷേ അവിടെ 2 പദപ്രയോഗം 5-ാം വാക്യത്തിലുണ്ട്. നോട്ട് പ്ലീസ്ഡ്, 2 സ്കാറ്റേഡ്. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവപ്രസാദം ലഭിച്ചു എന്നൊരിക്കലും നാം ചിന്തിക്കരുത്. അനുഗ്രഹങ്ങൾ ആർക്കെല്ലാം കിട്ടും? അനുഗ്രഹങ്ങൾ അല്ലെ? നമ്മളെ ദൈവത്തെ അറിയുന്ന നമുക്ക് മാത്രമല്ല അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. എത്രയോ ദൈവത്തെ അറിയാത്ത, എത്രയോ സത്യദൈവത്തെ ആരാധിക്കാത്ത എത്രയോ പേർക്ക് ഉണ്ട് അനുഗ്രഹങ്ങൾ. അപ്പോൾ അനുഗ്രഹങ്ങളുടെ ഈ കണക്ക് വെച്ച് നാം നമ്മുടെ രക്ഷയെ അളക്കരുത്.
അവിടെ കൊടുത്തിരിക്കുന്ന പദം ദൈവത്തിന്റെ പ്രസാദം അവർക്ക് ലഭിച്ചില്ല. എൻജോയിങ് ബ്ലെസ്സിംഗ് ഈസ് നോട്ട് എ ഗ്യാരണ്ടി ഓഫ് ഗാഡ്സ് ഫേവർ ഓർ പ്ലഷർ. അനുഗ്രഹം മേടിച്ചുകൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് പൗലോസ് അവിടെ പഠിപ്പിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു അറിയാമോ? ദൈവത്തോട് റെബല്യൻ, അഹങ്കാരം, അഹന്ത, അരഗൻസ്. അത് നമ്മൾ സമയം ലഭിക്കുന്നതിനനുസരിച്ച് നാം ചിന്തിക്കും. രണ്ടാമത്തെ പദപ്രയോഗം അവിടെ അഞ്ചാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് their bodies were scattered എന്നാണ്. അവരുടെ ശരീരം, മലയാളത്തിൽ നാം വായിക്കുന്നത് അവരുടെ ശരീരം ഓവർത്രോ. മലയാളത്തിൽ ദയവായി ആരെങ്കിലും ഒരാൾ വായിച്ചാൽ അഞ്ചാമത്തെ വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. തള്ളിയിട്ടു, ഇംഗ്ലീഷിലേക്ക് സ്കാറ്റേഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഓവർ, ലെയ്ഡ് ലോ, ഓവർത്രോ. മരുഭൂമിയിൽ അവരുടെ ശവശരീരം. ഓർത്തോണം, ഇവരെല്ലാരും ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്സ് അനുഭവിച്ചതിന് ശേഷം ജാതികളേക്കാൾ കഷ്ടമായി അവരുടെ ശവശരീരം മരുഭൂമിയിൽ തള്ളപ്പെട്ടു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്പേഴ്സിലാണ്. സംഖ്യാപുസ്തകം പല അധ്യായങ്ങളുണ്ട്. ചില വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 14-ാം അധ്യായം, നമ്പേഴ്സ് ചാപ്റ്റർ 14, 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കണം. ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയ്ക്ക് കഴിയായതുകൊണ്ട് അവനവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞുവെന്ന് പറയും. ഇത് മോശ ദൈവത്തോട് വാദിക്കുന്ന ഒരു വാദത്തിന്റെ വാക്യങ്ങളാണ്. മോശ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. എന്തിന്? ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് കർത്താവിനോട് മോശ പറഞ്ഞു, ദൈവമേ, എന്തോ പറയും എവരുടെ ഈ ഭാവി കണ്ടുകൊണ്ട്. ഈ മിസ്രയീമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നവരല്ലേ, കൊണ്ടുവരപ്പെട്ടവരല്ലേ ഇവർ. അതുകൊണ്ട് ഈ ഈജിപ്ഷ്യൻസ്, മിസ്രയീമുകാർ എന്തോ പറയും, ഏത് തരത്തിലുള്ള ദൈവമായി ഇവരെ ഇറങ്ങിക്കൊണ്ട് വന്നത് ഇത്രയും നശിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ ആ 16-ാമത്തെ വാക്യം ദൈവം എങ്ങനെ പറയും? ഇറക്കിക്കൊണ്ട് വന്ന ദൈവത്തിന് ഇവരെ അങ്ങേ അറ്റത്ത് കൊണ്ടുചെല്ലുവാൻ കഴിയാത്ത ഒരു ദൈവമല്ലയോ? കണ്ടോ? ഈ ദൈവത്തിന്റെ വാക്യം കേട്ട് ഇറങ്ങിയേച്ച് ഈ ദൈവം മഹാമോശം പിടിച്ച ഒരു ദൈവം, അപ്പുറത്ത് കൊണ്ട് എത്തിക്കാൻ കഴിയാത്ത ഒരു ദൈവം അല്ലയോ? ഇവരെ കൊന്നു കളഞ്ഞിട്ട്, സ്ലോട്ടർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെട്ടി നുറുക്കി കളയുന്ന ദൈവമല്ലയോ എന്ന് ഈ ജനം പറയത്തില്ലയോ എന്ന് പറഞ്ഞപ്പോഴ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ദൈവത്തിന്റെ മനസ്സ് മാറുമെന്ന് ഓർത്ത മോശ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിന്റെ ഉത്തരം ദൈവം കൊടുത്തിട്ടുണ്ട് 29-ാം വാക്യത്തിൽ. ദൈവം എന്താ പറഞ്ഞത്? ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. മോശേ, നീ എന്നോട് എന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു, പക്ഷെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യൗവനയുടെ മകന്റെ ആലയവും. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് തിരിച്ച് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരാം. അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, 6-ാമത്തെ വാക്യമാണ്. ഈ പണിഷ്മെന്റ് വായിക്കണം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. അവർ മോഹിച്ചതുപോലെ നാമും ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു. എക്സാമ്പിൾ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് ഈ മെറ്റലർജിക്ക് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. മെറ്റലർജി എന്ന് പറഞ്ഞാൽ ടൈപ്പ് എന്ന് പറയും. ടൈപ്പ്. മോൾഡ് എന്ന് പറയും. മോൾഡ് മനസ്സിലായി ഞാൻ പറയുന്നത്? മോൾഡ്. അച്ചെന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇതവർക്കൊരു ദൃഷ്ടാന്തമായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ
ഇങ്ങനെ നടന്നാൽ ഈ ഷേപ്പിലെത്തും. ഉദാഹരണമായിട്ട് നാട്ടിലെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കാൻ പുട്ടിന്റെ എന്തുകൊണ്ട് അതിനകത്ത് വാരിയിട്ട് അതിന്റെ ഷേപ്പിലിരിക്കും അല്ലേ? ചില പിള്ളേരെ പറയും എനിക്ക് പിന്നെ ഇന്ന് ഇഡ്ഡലി വേണ്ട, എനിക്ക് ദോശ മതി. എല്ലാം ഒരു ഇൻഗ്രീഡിയന്റ്, പക്ഷെ എങ്ങോട്ട് ഒഴിക്കുന്നു അതുപോലെ ഇരിക്കും, ആ ഷേപ്പിൽ ഇരിക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ നടന്നു, ചില നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്, അങ്ങനെ നടന്നപ്പോൾ അവർക്ക് ആ ഷേപ്പ് കിട്ടി. നീയും നടന്നാൽ നിന്റെയും ജീവിതം ഈ ഷേപ്പിലാകും. അപ്പൊ നമുക്കിത് ഷേപ്പ് എങ്ങനെയാണ് കാണിച്ചു തന്നെ മനസ്സിലായല്ലോ? പഴയ നിയമത്തിലെ ദൈവമക്കളുടെ ഉദാഹരണം എടുത്ത്, ഹിസ്റ്ററി എടുത്ത്, അനുഗ്രഹങ്ങൾ എടുത്ത് കാണിച്ചതിന് ശേഷം പറയാണ്, വിളയരുത്, അരവൻസ് എടുക്കരുത്. ഇത് നമുക്ക് ഒരു ഉദാഹരണമായി നമുക്ക് ഭവിച്ചിരിക്കുന്നു. അറമാക്കി നോക്കിക്കേ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്തിന്? അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ആകാതിരിക്കേണ്ടത്. അപ്പോൾ ദുർമോഹം, ഇംഗ്ലീഷിൽ ഈവിൾ ഡിസയർ എന്നാണ്. അത് വരുന്നത് നമ്മുടെ ജഡത്തിൽ നിന്നാണ്. പൗലോസിന്റെ ലേഖനങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഗലാത്യ ലേഖനം, കൊലോസ്യ ലേഖനം, എഫെസ്യ ലേഖനം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈവിൾ തിങ്സ് അല്ലെങ്കിൽ ഈവിൾ ഡിസയർ എന്ന് പറയുന്നത് ജഡത്തിന്റെ ഇഷ്ടമോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നമുക്ക് ആ ലിസ്റ്റൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ജഡപ്രകാരം ജീവിച്ച്, ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് ആ ഒരു ജീവിതം നയിക്കുന്നവർക്ക് വരുന്ന ഷേപ്പ് അല്ലെങ്കിൽ കോൺസിക്വൻസ്, പണിഷ്മെന്റ് എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 1-2 വാക്കുകളുടെ വായിക്കണം. നമ്പേഴ്സ് 11 വായിക്കണം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4 മുതൽ 6 വരെ. അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയാർന്നു. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല. ഇന്നലെ നാം ചിന്തിച്ചു, മന്ന എന്ന വാക്കിന്റെ അർത്ഥം വാട്ട് ഈസ് ദിസ്? അപ്പൊ ഞങ്ങള് ഇത്രയും നാൾ തിന്ന് എന്താ വാട്ട് ഈസ് ദിസ്? ഞങ്ങൾ ഇതും കഴിച്ചുണ്ട്. അവിടെ ഒരു പദപ്രയോഗമുണ്ട് ആ 4-ാം വാക്യത്തിൽ, if only we had meat to eat. ഇത്രയും നാള് കഴിച്ചണൊക്കെ യവന്മാർക്ക് മതി വന്നില്ല. അയ്യോ, ഞങ്ങൾക്ക് ഇത് കിട്ടിയായിരുന്നെങ്കിൽ നല്ല. അടുത്തൊരു പദങ്ങളുണ്ട്, മിസ്രയീമിൽ വെച്ച് ഞങ്ങൾ ഫ്രീ ആയി കഴിച്ച ഫിഷ് ഫ്രൈ ഞങ്ങൾ ഓർക്കുന്നു. മീൻ കറി, മീൻ വറുത്തത്, ഫിഷ് ഫ്രീ ആയി കഴിച്ചതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ 11-4 തുടങ്ങുന്നത് അവരെ വിളിക്കുന്ന ഒരു പ്രത്യേക പേരുണ്ട്. ആ പേരെങ്ങനെ അറിയാമോ? അൺകൺട്രോൾഡ് പീപ്പിൾ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കുറെ എണ്ണം. അൺകൺട്രോൾഡ് പീപ്പിൾ. ഇനി നമുക്ക് ആ അധ്യായത്തിന്റെ തന്നെ 11-ന്റെ 33-34 വായിക്കാം. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപ ജനത്തിന്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തിൽ ഒരു മഹാബാധ കൊണ്ട് സംഭരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുടിച്ചിട്ടത് കൊണ്ട് ആ സ്ഥലത്തിന് കിപ്രോത്ത് ഹത്താവ എന്ന് പേരായി. അപ്പോൾ ക്രേവേഴ്സ്, ഈവിൾ ഡിസൈർസ്, ദുരാഗ്രഹികളായി പോയ അവരുടെ ഒരു പ്രത്യേക കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ദൈവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഇവർക്ക് ഇറച്ചു കൊടുത്തപ്പോഴ് പല്ലിനിടയിൽ ഇരുന്നപ്പോ തന്നെ അവിടെ കിട്ടിയതെന്നറിയാമോ? ദൈവത്തിന്റെ ബാധ. നാം തിരിച്ച് ഭാഗത്തേക്ക് വരുന്നാൽ കൊരിന്ത്യർ ലേഖനത്തിൽ 11-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു കാര്യം പൗലോസ് എഴുതിയിട്ടുണ്ട്. 10-ാം അധ്യായം 11-ാമത്തെ വാക്യം,
ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. കണ്ടോ, ഈ രണ്ടാമത്തെ പ്രാവശ്യം 6-ാമത്തെ വാക്യത്തിലുണ്ട്, ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ ഇത് ദൃഷ്ടാന്തമായി നമുക്ക് സംഭവിച്ചു. റിട്ടേൺ ഡൗൺ ആസ് വാർണിംഗ് ഫോർ അസ്. അവസാനം വന്നിരിക്കുന്ന നമുക്ക് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി മക്കളെ സൂക്ഷിക്കണേ എന്ന് അപ്പൻ മക്കളോട് പറയുന്നത് പോലെ പൗലോസ് ഇവരോട് പറയുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മുന്നറിയിപ്പാണ്. 1-ാമത്തെ മുന്നറിയിപ്പ് 7-ാമത്തെ വാക്യത്തിൽ. They became idolaters. ഇവർ ആരായി മാറി? ഇവർ വിഗ്രഹാരാധികളായി മാറി. ഈ വിഗ്രഹാരാധികളായി മാറി എന്ന് അറിയണമെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. 32-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരണം. 5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കണം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം. ഈ അഹരോൻ അത് കണ്ടാതെ അതിന് മുമ്പാകെ ഒരു യാഗപീഠം പണിത് നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ച് പറഞ്ഞു. പിറ്റേന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാനും എഴുന്നേറ്റു. ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്, അഹരോനെ തെരഞ്ഞെടുത്തത് ഒരു ബ്ലാക്ക് സ്മിത്തോ ഗോൾഡ് സ്മിത്തോ ആയിട്ടല്ല. ഇദ്ദേഹത്തെ വിളിച്ചത് മോശയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ സഹായത്തിന് വേണ്ടി അഹരോനെ എടുത്താണ്. അദ്ദേഹം ഒരു പുരോഹിതനാണ്. പുരോഹിതൻ ചെയ്യേണ്ട ജോലി മാറ്റിവെച്ചതിന് ശേഷം, നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് അറിയാം. മോശ മരുഭൂമിയിൽ നിന്ന്, മോശ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കണ്ടില്ലല്ലോ ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞ് എല്ലാവരോടും ചേർന്ന് അസോസിയേറ്റ് പാസ്റ്ററായിരിക്കേണ്ട ഇദ്ദേഹം ആരാണ്? ഉള്ള സാഹചര്യത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ മിടുക്കനായ ഇവർ ജനങ്ങളോട് ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കി. പുരോഹിതൻ ആരായി മാറി? ബ്ലാക്ക് സ്മിത്ത് ഗോൾഡ് സ്മിത്ത് ആയി മാറി. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ കളഞ്ഞിച്ച് പുള്ളി തന്നല്ല പാപം ചെയ്തത്, കൂടെ നിന്നവരെ കൊണ്ടെല്ലാം പാപം ചെയ്യിപ്പിച്ചു. അവസാനം അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, ഭയങ്കര ഫെസ്റ്റിവലാണ്. കാളക്കുട്ടിയെ ഉണ്ടാക്കിയ കാര്യം എഴുതി വെച്ചിരുന്നത്. കാളക്കുട്ടിയെ ഉണ്ടാക്കി ഞാൻ എൻ്റെ ഈ ഇമാജിനേഷൻ ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ. എൻ്റെ വയലിൽ എൻ്റെ ഇമാജിനേഷനിൽ ഞാൻ പറയാൻ പോകുന്ന ഇനി പറഞ്ഞ കാര്യം. സാധാരണ ഒരു ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ഒറ്റ പാട്ടേ പോകും. ഒരു വരി, 1-2 വരി പാടും. യഹോവ നല്ലവനല്ലോ, അങ്ങനെ സാധാരണ അവരുടെ പാട്ട് അങ്ങനെയായിരുന്നു. യഹോവ ഗോഡ് ഈസ് ഗുഡ്, ദ ലോർഡ് ഈസ് ഗുഡ്, ഹിസ് ലവ് എൻഡ്യൂർസ് ഫോറെവർ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ. ഇവിടെ എഴുതിയിട്ടില്ലല്ലോ, എന്റെ ചിന്തയാണ്. ഇവരൊരു പക്ഷെ പാടിക്കാണും. കാളക്കുട്ടി നല്ലവനല്ലോ, അവന്റെ ദയ. ഇന്നത്തെ പാട്ടൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ദൈവമൊന്നുമില്ല, യേശുവൊന്നുമില്ല, പരിശുദ്ധാത്മാവൊന്നുമില്ല. തുടങ്ങുമ്പോഴും അവനെ എനിക്ക് കാണണം, അവളെ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞുള്ളതാണ്. അതിനകത്ത് ഒരു തിയോളജിയോ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യമോ ക്രിസ്തു എന്നുള്ള വക ഘോഷമൊന്നുമില്ല. അതുപോലെ അവന്മാർ പാട്ട് പാടി കാണും. ആരെ സ്തുതിക്കുക? കാളക്കുട്ടിയെ സ്തുതിക്കണം. അവസാനത്തെ വാക്യം നോക്കിക്കുകയും 6-ാമത്തെ വാക്യം, പിറ്റേന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു, കളിപ്പാൻ എഴുന്നേറ്റു. തീറ്റയും കുടി കഴിഞ്ഞാൽ കളിപ്പാൻ എഴുന്നേറ്റു എന്നുള്ളതിന്റെ ഒറിജിനലിൽ എഴുതിയേക്കുന്നത് സെക്ഷുവൽ കൊണോട്ടേഷനാണ്. എന്ന് പറഞ്ഞാൽ ആ പദപ്രയോഗം ജെനിസിസിലുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ആ പദപ്രയോഗം എന്ന് പറഞ്ഞാല് ഇസഹാക്ക് റെബേക്കയുമായി അതുപോലെ ഇവരെല്ലാരും തമ്മിൽ കണ്ടവരെല്ലാം ഭാര്യഭർത്തൃ ബന്ധം പോലെ കളിക്കാൻ തുടങ്ങി. അതാണ് ആരാ ഇത്? ദൈവത്തിന്റെ സ്വന്തം വിഗ്രഹാരാധികളായി മാറി. തീറ്റയും കൂടി ക്രേവിംഗ് ഫോർ ഫുഡ് ആയിരുന്നു. ക്രേവിംഗ് ഫോർ ഫുഡ് ലീഡ്സ് ടു ക്രേവിംഗ് ഫോർ ഐഡോൾ മീറ്റ് ആൻഡ് ദെൻ ഐഡോളട്രി. ഒന്നായിട്ട് തൊട്ട് അതങ്ങനെ മാറി. ഇത് ആരോടാ പറയുന്നത് അറിയാം? കൊരിന്ത്യൻ ബിലീവേഴ്സിനോടാ പറഞ്ഞത്. പറയാനുള്ള കാരണമുണ്ട്. അവര് ദൈവത്തിന്റെ മേശയിൽ, ഭൂതങ്ങളുടെ മേശയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സഭയിലെ ഒരു കൂട്ടം ജനം കേട്ടോ, കളിക്കരുത് എന്ന് പൗലോസ് വാൺ ചെയ്യുകയാണ്.
ഇത് നമുക്കൊരു നമ്മുടെ ഷേപ്പ് ഇതുപോലെ മാറിപ്പോകും. എന്തിനു വേണ്ടി എഴുതിയേക്കുന്നത്? നമ്മുടെ ഷേപ്പ് മാറും കേട്ടോ. താനോട് പറയുന്നു, അയോഗ്യമായി ഇത് കഴിക്കുകയും അയോഗ്യമായി കുടിക്കുകയും ചെയ്യുന്നവൻ ശിക്ഷാവിധി. അതുകൊണ്ട് ഭൂതത്തിന്റെ മേശയിലും കർത്താവിന്റെ മേശയിലും കൈയിടാൻ പോകരുത്. They should be aware of the dangers of idolatry. അതായത് ഒന്നാമത്തെ വാണി. രണ്ടാമത്തേത് എട്ടാമത്തെ വാക്യം. അവരിൽ ചിലർ പരസംഗം ചെയ്തു, ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. Committed sexual immorality, harlotry. എട്ടാമത്തെ വാക്യം. നമ്മൾ അങ്ങനെ അത് ചെയ്യരുത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണുന്നത് പിന്നെ നമ്പേഴ്സിലാണ്, സംഖ്യാപുസ്തകത്തിലാണ്, 25-ാം അധ്യായത്തിലാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ പേരുകൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ചവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോറിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശെയോട് ജനത്തിന്റെ തലവന്മാരെയൊക്കെ കൂട്ടി ബാധ കൊണ്ട് മരിച്ചു പോയവർ 24,000 പേർ. അങ്ങനെ ഈ സെക്ഷുവൽ ഇമ്മൊറാലിറ്റിയിൽ ദുർനടപ്പിൽ ഏർപ്പെട്ട് ജനം ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് പാപം ചെയ്ത് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് 24,000 പേര് പോയെന്നാണ്. പക്ഷെ പൗലോസ് എത്ര എഴുതിയിരിക്കുന്നത്? 23,000. അതെന്താ അങ്ങനെ വന്നേ? ചില ഇങ്ങനൊക്കെ വായിച്ചു പറയും ബൈബിൾ അത് തെറ്റാണെന്നൊക്കെ പറയും. ഒരു ദിവസത്തിൽ ചിലപ്പോ പൗലോസിന്റെ ഒരു 1000 പേര് വേറെ ഒരു സമയത്തായിരിക്കും വേണം. ദൈവത്തിൽ ഒട്ടും ഇറങ്ങി നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഇത് പുതിയ നിയമസഭയിലുണ്ടോ? ഇതിപ്പോ നിങ്ങൾ പറയും ഇത് പഴയ നിയമത്തിലെ കാര്യമില്ലേ മാസ്റ്റർ, ഇത് ഇപ്പൊ ഇതിനകത്ത് ഇല്ലയോ? ദൈവമക്കളെ, ഇത് തന്നെ അല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ ഈ സഭകൾക്ക് എഴുതുന്ന സമയത്ത് കാണുന്നത്? വായിക്കാം നമുക്ക്. വെളിപ്പാട് എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം, വെളിപ്പാട് പുസ്തകനായ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. പെർഗമം സഭയ്ക്ക് എഴുതുന്ന ദൂതൻ നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവന് നിക്കലോവിയാനുള്ള ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിൽ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഐഡോളട്രി മാത്രമല്ല, വിഗ്രഹാരാധന മാത്രമല്ല, സെക്ഷുവൽ ഇമ്മൊറാലിറ്റി. രണ്ടുകൂടെ ചേർത്ത ഒരു ഹെറസിയാണ് നിക്കോലേഷ്യൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പെർഗമം സഭയോട് പറയുകയാണ്, സൂക്ഷിച്ചു കൊള്ളണം. ഇത് തിയഥൈന സഭയോട് പറഞ്ഞു. എടുത്തട്ടെ 2-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പണം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റുകളയുകയും ചെയ്യുന്ന ഈ സഭയിൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളുടെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരുടെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലാക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊണ്ടുകളയും. ഞാൻ ഉപ്പുകളെയും ഹൃദയങ്ങളെയും ആരാകുന്നവൻ എന്ന് സകല സഭകളും പറയും. ഇത് ദൈവത്തിന്റെ ആത്മാവ് പുതിയ നിയമസഭകളോട് പറയുന്ന ഗൗരവമായ ദൂതാണ്. നമുക്ക് തിരിച്ചു വരാൻ. അവിടെ എഴുതിയിരിക്കുന്നത് തിന്നുവാനും കുടിക്കുവാനും കളിക്കുവാനും ഇരുന്നു. ഒന്നോർത്തു കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ സഭകളിൽ, പ്രത്യേകിച്ചും വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. എന്തുവാ? തീറ്റി, കുടി, കളി, ഒരുമിച്ച് താമസിക്കുന്നത്. അതാ വിവാഹത്തിന് നിങ്ങൾ എന്താ
ഇത് നടക്കാത്ത സംഭവം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അല്ലേ? തീറ്റി, കുടി, കളി, പാട്ട്, പുക, ലൈറ്റില്ലായ്മ, പലതരത്തിലുള്ള ഐഡോളട്രി, സെക്ഷൽ ഇമ്മൊറാലിറ്റി, ഒരുമിച്ചുള്ള താമസം, സോഷ്യൽ ഡ്രിങ്കിങ്, ഇതെല്ലാം നടക്കുന്നുണ്ട്. ദൈവങ്ങളെ ഓർത്തോണം, ഇതൊക്കെ നമുക്കൊരു വാണിംഗ് ആണെന്ന് ഓർത്തോണം. ഈ വിഷയം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോ നമ്മൾ വായിക്കുന്ന അവിടെ 10-ാം അധ്യായത്തിലല്ലേ, അല്ലയോ? എന്നാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എടുത്താട്ടെ, 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. തുറന്നെടുപ്പുകാരുടെ സംസ്കൃതം അരുതെന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് 1-ാമത്തെ ലേഖനം നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. മനസ്സിലായില്ലേ? ഇവിടെ 1-ാമത്തെ ലേഖനമായത്. പക്ഷേ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയാണ്, ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളുമായി സംസർഗം വരുന്നത്. ഒരു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നത് ഈ മാനുസ്ക്രിപ്റ്റേഴ്സ് ഒരുമിച്ചാക്കിയ സമയത്ത്, ഒരുപക്ഷെ ഈ സ്ക്രൈബ്സ് കൊണ്ടുവന്ന സമയത്ത് ഈ പറഞ്ഞ ഭാഗം കിടക്കുന്നത് 2 കൊരിന്ത്യൻസിലാണ്. 2 കൊരിന്ത്യൻസ് 6-ാമത്തെ വായിക്കുന്നില്ല നമ്മള്. 2 കൊരിന്ത്യൻസ് 6-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 7-1 വരെ വായിക്കുമ്പോൾ ഈ പറഞ്ഞ അവിശ്വാസികളുമായി ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ പോകരുത് എന്ന് പൗലോസ് വാൺ ചെയ്യുന്ന ഒരു ഭാഗം വളരെ നന്നായി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എടുത്താട്ടെ, 6-18-19 വാക്യങ്ങൾ. സെക്ഷുവൽ ഇമ്മൊറാലിറ്റി, കേട്ടോ, ഫ്ലീ. ആ പദമുണ്ടല്ലോ, ഫ്ലീ എന്ന് പറഞ്ഞാൽ, റണ്ണവേ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാനാണ്. എസ്കേപ്പ്, ഏതോ ഒരു ഭയങ്കര ഡേഞ്ചർ വരുന്നു, രക്ഷപ്പെട്ടോളാനാ പറഞ്ഞേക്കുന്നത്. എന്തോത്തിൽ നിന്ന്? സെക്ഷുവൽ ഇമ്മൊറാലിറ്റി. അതൊരു തീ പോലെയാണ്, ഒരു വലിയ അപകടമാണ്, നശിപ്പിക്കുന്നതാണ്, മുടിക്കുന്നതാണ്. അതാണ് നമ്മളിപ്പോ കണ്ടത്. ഇനി ഇത് 7 എഴുതിയിട്ടുണ്ട്. ഇപ്പൊ 5-ലുണ്ട്, 6-ലുണ്ട്, 7-ലുണ്ട്. കൊരിന്ത്യൻസ് 2 മുതൽ വായിക്കുമ്പോൾ അത് തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. 3-ാമത്തെ വാണി 9-ാം വാക്യത്തിലാണ്. 9-ാം വാക്യത്തിൽ കൊരിന്ത്യൻസ് 10:9. അവരിൽ ചിലർ പരീക്ഷിച്ചു, സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. Put the Lord to the test. അപ്പൊ അവർ ചെയ്ത പാപം ക്രിസ്തുവിനെതിരായി. ഇന്നലെ നമ്മൾ വായിച്ചു, ആ പാറ ക്രിസ്തുവായി. ഇത് നമ്മൾ കാണുന്നത് എക്സോഡസ് 17-ലാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 2 വായിക്കുമ്പോൾ മാത്രമല്ല, സങ്കീർത്തനം 95-ൽ എഴുതിയിട്ടുണ്ട്, ഈ ജനം മോശയ്ക്കെതിരായി പെറുപെറുത്തു. വെള്ളം തരൂ, വാട്ടർ, ഗിവ് us വാട്ടർ എന്ന് പറഞ്ഞു. എന്നിട്ട് മോശ പറഞ്ഞാണ്, why do you put the Lord to the test? അവർ കർത്താവിനെ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. 95-ാം സങ്കീർത്തനം 8-ൽ വായിക്കുന്നത് മെരീബ, മാസായി വെച്ച് ഇവർ കർത്താവിനെ പരീക്ഷിച്ചു. 78-ാം സങ്കീർത്തനത്തിൽ അതെടുത്തു പറഞ്ഞിട്ടുണ്ട്, they willfully put the God to test by demanding food. നമ്പേഴ്സിലുണ്ട്, സംഖ്യാപുസ്തകം 21-ൽ 5 മുതൽ 9 വരെ വായിക്കുമ്പോൾ അവർ കർത്താവിനെ they put to the Lord to test. ഉടനെ എഴുതിയിട്ടുണ്ട്. 4-ാമത്തെ മുന്നറിയിപ്പ് 10-ാമത്തെ വാക്യം വായിച്ചേ. അവരിൽ ചിലർ പിറുപിറുത്ത് സംഭാര്യ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും വരുത്. പിറുപിറുപ്പ് എന്ന വാക്ക് ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക പദപ്രയോഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഭാഷയിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഈ ശബ്ദത്തിൽ നിന്നാണ് ആ പദം ഉണ്ടായത്. കാരണം അവിടെ
ഈ സൗണ്ട് ഓഫ് ഡഫ്, പ്രാവിന്റെ ശബ്ദം ഉണ്ടാക്കുക എന്നാണ് ഇവിടുത്തെ വാക്കിന്റെ അർത്ഥം. അങ്ങനെ പ്രാവ് ശബ്ദം ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ പോലെ ആയിരിക്കത്തില്ല. ഇതുപോലെ ജനം എപ്പോഴും ഇതാണ്. എന്തൊക്കെ അനുഭവിച്ചാ മുമ്പേ നമ്മൾ പറഞ്ഞ അനുഗ്രഹങ്ങൾ മുഴുവനും പ്രാപിച്ചതിന് ശേഷം കുത്തിയിരുന്ന് എല്ലാവർക്കും എതിരായി കുറ്റം പറയും. മനസ്സിലായല്ലോ? ഗ്രംബിൾ, കർത്താവിന് മറ്റൊരു ഭാവമാണ് ആൻഡ് വെർ കിൽഡ് ബൈ ഡിസ്ട്രോയിങ്, സംഹാര ദൂതനാൽ എന്ന് പറഞ്ഞാൽ ഇത് ദിസ് ഇസ് എ ഫോം ഓഫ് റെബല്യൻ. ഗ്രംബ്ലിംഗ് അബൌട്ട് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് അഗൈൻസ്റ്റ് ലീഡർഷിപ്പ്. കഴിക്കുന്നതിനെ കുറിച്ച്, കുടിക്കുന്നതിനെ കുറിച്ച്, നേതാക്കന്മാരെ കുറിച്ച്, നടത്തിപ്പുകാരെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ട്രസ്റ്റ് കുറഞ്ഞു പോകും. എന്തിനാ ഇതൊക്കെ എന്തിനായി ചെയ്യുന്നത്? ദൈവത്തിലുള്ള ട്രസ്റ്റ് കുറഞ്ഞുപോയി. അതുകൊണ്ട് ദൈവം ഡിസ്ട്രോയറിനെ വിട്ടെന്ന് നമുക്ക് ഇത് കാണുന്നത് 12-ാം അധ്യായത്തിൽ. ഇവിടെ പുറപ്പാട് പുസ്തകം 12-ൽ അവിടെ ഡിസ്ട്രോയിങ് ഏഞ്ചൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 12:23 വായിച്ചേ. പുറപ്പാട് 12:23. യഹോവ മിസ്രയീമിനെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. അവിടെ വീടുകളിലും സംഹാരത്തിന് ഇത് പുതിയ നിയമത്തിലും വന്നായിരുന്നു കേട്ടോ. പഴയ നിയമത്തിൽ മാത്രമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പഴയ നിയമ സ്റ്റോറിയാ. പുതിയ നിയമത്തിലേക്ക് വന്നു. അപ്പോസ്തലപ്രവൃത്തി 12-ൽ വന്നു. 23 വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 12:23. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. അതാണ് ഡിസ്ട്രോയിങ് ഏഞ്ചൽ. അപ്പൊ പഴയ നിയമത്തിൽ എത്തി, പുതിയ നിയമത്തിൽ എത്തി അല്ലേ? അഹങ്കാരം ചെയ്യുമ്പോൾ, ദൈവത്തിനെതിരായി പിറുപിറുക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തിയിൽ നാം കാണുന്നത് സഭയ്ക്കെതിരായി കൈ നീട്ടി. ഈ ഹെരോദാവിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് പുസ്തകം നമ്മുടെ അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതാത്ത ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് സെഞ്ചുറി ഹിസ്റ്റോറിയനായിരുന്ന ജോസിഫസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിംഹാസനം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ആ ഗ്ലിറ്ററിങ് അത് കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു വലിയ സംഭവമാണെന്നുള്ള രീതിയിലുള്ള ഇരിപ്പ്. പഴയ നിയമത്തിൽ പിറുപിറുത്തവനെ അടിച്ചതുപോലെ അവിടെ ദൈവത്തിന്റെ മക്കൾക്കെതിരായി നിന്നവരെ തല്ലിയതുപോലെ ഇവിടെ പുതിയ നിയമത്തിൽ അതുപോലെ സഭയ്ക്കെതിരായിരുന്ന ഡിസ്ട്രോയിങ് ഏഞ്ചൽസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കി, 5 പ്രാവശ്യം മോസ്റ്റ് ഓഫ് ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനുഗ്രഹങ്ങൾ നോക്കിയപ്പോൾ 5 പ്രാവശ്യം എല്ലാവർക്കും. എന്നാൽ ഇവിടെയും 5 പ്രാവശ്യം മിക്കവരിലും മോസ്റ്റ് ഓഫ് ദം അവർക്കല്ല. ഇനി നമ്മൾ 11-ാം വാക്യത്തിലേക്ക് വരും. വീണ്ടും എടുത്തു പറയുകയാണ്, ഇത് നമുക്ക് ഒരു ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമുക്കിത് വരാതിരിക്കാൻ വേണ്ടി, സൂക്ഷിക്കേണ്ടതിന് വേണ്ടി ഇത് എഴുതിയിരിക്കുന്നു. ഒരു പ്രത്യേക പദപ്രയോഗം അവിടെയുണ്ട്. എന്തിനു വേണ്ടിയാ എഴുതിയിരിക്കുന്നതോടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, ബുദ്ധി ഉപദേശത്തിനായി. ഇംഗ്ലീഷിൽ അതിനെ അഡ്മോണിഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ്. ഇതൊരു ഫിസിയോതെറാപ്പി ടൈമാണ്. ഫിസിയോതെറാപ്പി മലയാളത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ബുദ്ധി ഉപദേശത്തിനായി. ഫിസിയോതെറാപ്പിക്കാർ എന്തോ ചെയ്യുന്നത്? പറഞ്ഞു മനസ്സിലാക്കോളൂ. ഒരു മസിലോ എന്തോ പിടിച്ചിടുന്നുണ്ടല്ലോ. പിടിച്ചിടും. തെറ്റിക്കിടക്കുന്നതിനെ എന്തോ ചെയ്യും? പിടിച്ചിടും. തെറ്റിക്കിടക്കുന്നതിനെ പിടിച്ചിടും എന്ന് പറഞ്ഞാൽ if anything is displaced they will restore, put it into the right place. ഏത്? ബുദ്ധി ഉപദേശം എന്ന് പറഞ്ഞാൽ ഇളകി കിടക്കുന്നതിനെ
അതായത് മനസ്സിന്റെ ഇളക്കം. അത് ഈ പദപ്രയോഗമാണ് പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്, പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1:28 വായിക്കുമ്പോൾ അവിടെ തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിൽ ശക്തിയോടെ വ്യാപരിക്കുന്ന ആ ശക്തി കൊണ്ട് എന്തുവാ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇതവിടെ താൻ ചെയ്യുന്നതെന്ന് അറിയാമോ? ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. ആ പദമാണ് പറഞ്ഞാൽ ഉപദേശം, ശരിയായി ഉപദേശിക്കുക. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് പലതും നമ്മുടെ ചിന്തകൾ കലങ്ങി മറിഞ്ഞ് യഥാർത്ഥ സത്യത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ക്രിസ്ത്യ ജീവിതം നന്നായി പോകുവാനുള്ള ബുദ്ധി ഉപദേശം.